നമസ്കാരം. ഇന്ന് ചെയ്യുന്നത് ബാക്ക് സ്റ്റിച്ചാണ്. ഉഷ ജനോം സ്വിംഗ് മെഷീനിൽ എങ്ങനെയാണ് ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ഈ വീഡിയോയിലൂടെ കാണാം. മെഷീൻ സെറ്റിങ്സ് നോക്കാം. ലെങ്ത് 2, സെലക്ടറിൽ എ സെലക്ട് ചെയ്യാം. സിക്സാഗ് വിഡ്ത്തിൽ സിക്സാഗ് സെലക്ട് ചെയ്യാം. പകുതി ഭാഗത്ത് വെച്ച് സെലക്ട് ചെയ്യണം. ത്രെഡ് ടെൻഷൻ 2 ചെയ്ത് തുടങ്ങാം. തയ്ച്ച് കഴിയുമ്പോൾ മെഷീൻ സ്റ്റിച്ച് പോലെ തോന്നുന്ന സ്റ്റിച്ചാണ് ബാക്ക് സ്റ്റിച്ച്. ഈ മെഷീനിൽ നമുക്കത് ചെയ്യുന്നതിന് ഒരു സ്റ്റിച്ചിൻ്റെ എൻഡ് പോയിന്റിൽ നിന്നും അടുത്ത സ്റ്റിച്ചിൻ്റെ സ്റ്റാർട്ട് തുടങ്ങുക. ഒരു സ്റ്റിച്ച് അവസാനിക്കുന്ന ആ പോയിന്റിൽ നിന്നും അടുത്ത സ്റ്റിച്ചിൻ്റെ ആദ്യ പോയിന്റ് തുടങ്ങി അങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള സ്റ്റിച്ച് നമുക്ക് കിട്ടും. തയ്ച്ച് കഴിയുമ്പോൾ മെഷീൻ സ്റ്റിച്ച് പോലെയാണ് ഇരിക്കുന്നതെങ്കിൽ ഡയറക്റ്റ് തയ്ച്ചാൽ പോരെ എന്ന് ചിന്തിക്കാം. എന്നാൽ ഇതൊരു എംബ്രോയ്ഡറി സ്റ്റിച്ചാണ്. ഒരു സ്റ്റിച്ചിന് മുകളിൽ പല പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് ആ സ്റ്റിച്ചിൻ്റെ തിക്നെസ്സും ഭംഗിയും കൂട്ടി അടുത്ത സ്റ്റിച്ചിലേക്ക് പോയി അതും അങ്ങനെ ചെയ്ത് അങ്ങനെയാണ് ഈ സ്റ്റിച്ചിനെ കംപ്ലീറ്റ് ചെയ്യുന്നത്. സ്റ്റിച്ച് വളരെ സിമ്പിളാണെങ്കിലും തയ്ച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയുള്ള സ്റ്റിച്ചാണ് ബാക്ക് സ്റ്റിച്ച്. ഡിസൈനിൻ്റെ ഔട്ട്ലൈൻ സ്റ്റിച്ച് ചെയ്യാനും ഡിസൈൻ ഫില്ല് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഓർപ്പിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കടന്നു വരാം. നന്ദി.